ഹായ് ഹലോ ഗുഡ് ഈവനിങ്. ദിസ് ഇസ് വികാസ് കാർത്തിക്. This is Sneham Abraham. ടോക്ക് ഓഫ് ദ ടൗണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടോക്ക് ഓഫ് ദ ടൗണിന്റെ 30ാമത്തെ എപ്പിസോഡ്. 7 മാസവും 30 എപ്പിസോഡും പിന്നിടുകയാണ് ടോക്ക് ഓഫ് ദ ടൗൺ. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും പിന്തുണയ്ക്കും സപ്പോർട്ടിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹ നമുക്ക് തുടങ്ങല്ലേ? പിന്നെ അല്ല തുടങ്ങണ്ടേ. നമ്മുടെ ഈ 30ാമത്തെ എപ്പിസോഡ് കളറാക്കാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് UAE മാത്രമല്ല ഇന്റർനാഷണലി ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഡാൻസ് കമ്പനി ജാസ് റോക്കേഴ്സിന്റെ ഫൗണ്ടർ ആൻഡ് CEO മിസ്റ്റർ മാർട്ടിൻ ജെയ്സൺ. അതോടൊപ്പം തന്നെ ജാസ് റോക്കേഴ്സിന്റെ പെർഫോമർ ആൻഡ് കൊറിയോഗ്രാഫർ ലക്ഷ്മി പണിക്കർ. അപ്പോൾ നമുക്ക് അവരുടെ കുറച്ച് വിശേഷങ്ങൾ അറിയാം. അപ്പോൾ മാർട്ടിൻ, ലച്ചു, വെൽക്കം ടു ടോക്ക് ഓഫ് ദ ടൗൺ. താങ്ക് യു. അപ്പോൾ ടോക്ക് ഓഫ് ദ ടൗണിന്റെ വിശേഷങ്ങളിലേക്കും അത് നിങ്ങളുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഈ ജാസ് റോക്കേഴ്സ് എന്താണ് എന്ന് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ ഒരു പ്രൊഫൈൽ കണ്ടു തുടങ്ങാം അല്ലേ? അതെ. അപ്പോൾ ജാസ് റോക്കേഴ്സിന്റെ പ്രൊഫൈൽ ആദ്യം നമുക്ക് ഒന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് And the performers here, the violin, the dance, everything is of international standard, please believe me. ஆரம்பிக்கலாங்களா? നീണ്ട 15 കൊല്ലം അല്ലേ? അതെ അതെ. 2010 മുതൽ 2025 വരെ 15 കൊല്ലം ജേണി തുടങ്ങിയിട്ട് 15 കൊല്ലം. ഇതിനിടയിൽ 4 ബ്രാഞ്ചുകൾ. അതെ, 4 ബ്രാഞ്ചുകൾ UAE-ൽ 4 ബ്രാഞ്ച്, ഓസ്ട്രേലിയയിലും തുടങ്ങിയിരിക്കുന്നു. ഓസ്ട്രേലിയയിലെ 5 ഡിഫറെന്റ് ലൊക്കേഷനുകൾ. ഓക്കെ. ആർട്ട് മാത്രമല്ല, ട്യൂഷൻ സെന്റർ ഉണ്ട്, കുട്ടികൾക്കുള്ള സർക്കിൾ ടൈം ഉണ്ട് അല്ലെ? ഓക്കെ. നമ്മൾ ഈ ജാസ് റോക്കേഴ്സിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു മാർട്ടിൻ എന്ന ബിസിനസ്സുകാരൻ ഫോം ചെയ്തത്
എത്രയോ കാലം മുമ്പാണ് അല്ലെ? അതെ അതെ അതിന് തൃശ്ശൂർ എന്ന നഗരം സാക്ഷിയാണ്. അതെ, നമ്മൾ തൃശ്ശൂർക്കാരാണല്ലോ ബേസിക്കലി. അപ്പോ ഓർക്കാറുണ്ടോ ആ പഴയ നാളുകളും കാര്യങ്ങളൊക്കെ? എനിക്ക് തോന്നുന്നു പ്രീ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ, പ്രീ ഡിഗ്രി കഴിഞ്ഞ് +2 തുടങ്ങുന്നതിനുള്ള ലാസ്റ്റ് ബാച്ചുകളിലൊക്കെയാണ് പ്രീ ഡിഗ്രി പഠിക്കുന്നത്. ആ സമയത്ത് തന്നെ നാട്ടില് ഈ തട്ടുകടകളിലൊക്കെ കാടമുട്ടയൊക്കെ ഉണ്ടല്ലോ, പ്രീ ഡിഗ്രിക്ക് കാടമുട്ട ഒക്കെ കൊണ്ടുകിടന്ന് വിൽക്കുന്ന ആണ്. അപ്പൊ അന്ന് തന്നെ നമ്മൾ ഈ ഋത്തിക് റോഷനൊക്കെ ആളുടെ ഫസ്റ്റ് ഫിലിം ഇറങ്ങിയിട്ടില്ല, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, മറ്റേ അമിഷ പട്ടേൽ ആയിട്ടുള്ള സിനിമയ്ക്ക് ഇറങ്ങിയിട്ടില്ല. ഋത്തിക് റോഷന് റോൾ മോഡല് മറ്റേ ഇതൊക്കെ പോസ്റ്ററൊക്കെ വെച്ചിട്ടാണ് 1000 കോഴിക്ക് അരക്കട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് തുടങ്ങുന്നത്. കാടമുട്ട ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. ആ സമയത്ത് ബിപാഷ ബസു, അമിഷ പട്ടേൽ, അതുപോലുള്ള സ്റ്റാറുകൾ, ഋത്തിക് റോഷൻ. അപ്പൊ ഞങ്ങള് നോക്കുമ്പോണ്ട് കാടമുട്ട നോക്കുമ്പോ ഋത്തിക് റോഷൻ. അപ്പൊ അല്ല, ആ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിലുള്ള ഒരുവിധം തട്ടുകടകളിൽ അല്ലെങ്കിൽ ഷോപ്പുകളിലൊക്കെ സപ്ലൈ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതലേ ഒരു ബിസിനസ് മെന്റാലിറ്റി അന്ന് മുതലേ ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്. അതിലെന്താ കാര്യം വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ പഠിക്കുന്ന സമയത്ത് ആകെ 2 പേരുടെ പൈസയുള്ളൂ. ഒന്ന് എന്റെ കയ്യില്, ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചുകൊണ്ടിരുന്ന പൈസ, പിന്നെ ബിസിനസ് ചെയ്യുന്ന കാരണം ഇവന്റെ കയ്യിലുള്ള പൈസ. അപ്പൊ അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഇതിലാണ്. പക്ഷെ ഇവിടെ UAE എത്തിയത് ജോലി ചെയ്യാനാണ് അല്ലെ? അതെ അതെ, എന്റെ ബ്രദറിന് ഇവിടെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ദുബായിലേക്ക് വരുന്നത്. ദുബായിൽ 2003 ഫസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ആക്ച്വലി എന്നാണ് ഈ ജാസ് റോക്കേഴ്സ് എന്ന് പറഞ്ഞ ഐഡിയ തുടങ്ങുന്നത്? എപ്പോഴാണ്? കല്യാണത്തിന് ശേഷമാണ്. ഞാനങ്ങനെ ഒരു എന്താ പറയാ, ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് അല്ല. ഞാൻ അറിയുന്ന മാർട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി പറയണല്ലോ. ഒരു ബിസിനസ്സുകാരൻ എന്ന മാർട്ടിനെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ അറിയുന്ന മാർട്ടിൻ കലാകാരനായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നാടകവും മാഗസീനിലുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നിരുന്ന മാർട്ടിൻ ആയിരുന്നു കോളേജില്. പിന്നെ അതിന്റെ ഒപ്പം ഒരു ബിസിനസ് മൈൻഡ് ഉണ്ട് എന്നറിയാം. അതായത് ഒപ്പം ബിസിനസ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന കാട ബിസിനസ്സുകാരൊക്കെ തന്നെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. പല ട്രിക്കുകളും പല സംഭവങ്ങളും കൊണ്ടുവന്നിട്ട് അവരുടെയൊക്കെ ബിസിനസ് ഒതുക്കി ഇവൻ തൃശ്ശൂർ മാർക്കറ്റില് ഇതായി മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോ പക്ഷെ ഒരു ഡാൻസിലേക്ക് അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോമിലേക്ക് ഇവിടെ എത്തിയപ്പോ ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മാർട്ടിനെയാണ്. അപ്പോഴും അവിടെ ഒരു ആർട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ ഫുൾ ബിസിനസ് മെന്റാലിറ്റിയോടെയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജാസ് റോക്കേഴ്സും ആർട്ടും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? കല്യാണമായിരുന്നു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ വന്ന് ജോലിയായി സെറ്റിലായി. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ കല്യാണം കഴിക്കാം, അതാണല്ലോ സാധാരണ അപ്പൊ നമ്മളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണം ഒക്കെ ലൈഫിൽ ഉണ്ടാവുമെന്നൊക്കെ ഉള്ള ചിന്തിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഞാൻ 24-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ കല്യാണം കഴിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കല്യാണം കഴിക്കാം അങ്ങനെയാണ്. അല്ലാണ്ട് നമുക്ക് അപ്പോൾ കല്യാണം കഴിക്കാൻ പെണ്ണ് കാണാൻ പോകുന്നു, അപ്പൊ എങ്ങനത്തെ പെണ്ണിനെ കാണണം, അങ്ങനെ ഒരു നമുക്ക് എന്തെങ്കിലും ചോയ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ നന്നായി ഡാൻസ് ചെയ്യുന്ന ഒരു ആളെയാണ് കല്യാണം കഴിക്കേണ്ടത്. അതാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ നമ്മള് ചെറുപ്പത്തില് ഈ അമ്പലപ്പറമ്പുകളിലൊക്കെ മറ്റേ ഉത്സവത്തിന്റെ തലേദിവസമൊക്കെ ഡാൻസ് കാണുന്ന ഭരതനാട്യം അങ്ങനത്തെ ഡാൻസുകളാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനത്തെ നന്നായി ഡാൻസ് ചെയ്യാൻ അറിയുന്ന ഒരു കുട്ടീനെ കല്യാണം കഴിക്കുക എന്നുള്ള സങ്കല്പത്തോടെയാണ് ഞാൻ കല്യാണത്തിന്റെ ഇതിലേക്ക് ചെല്ലുന്നത്. ഡാൻസ് കളിക്കുന്ന പെൺകുട്ടിയായിരിക്കണം. അതാണ് കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു മാഗസീനായിട്ട് ഭാവനേനെ ഇന്റർവ്യൂ ചെയ്യാൻ പോയിട്ടായിരുന്നു. ഭാവനയുടെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് പറയും ഇതുപോലെ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടീനെ കെട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. ഭാവന എന്ന് പറഞ്ഞാൽ അന്ന് കാർത്തിക എന്നാണ് അറിയപ്പെടുക, ഭാവന ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്ത് അമ്പലപ്പറമ്പിൽ അവിടെ തലേദിവസമൊക്കെ ഈ കാർത്തികയുടെ ഡാൻസ് ഉണ്ടാവും. ഗംഭീരമായിട്ട് ഡാൻസ് കളിക്കും, അതിസുന്ദരിയാണ്, നന്നായി ഡാൻസ് കളിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ സങ്കല്പത്തിൽ ഓക്കെ ഇങ്ങനെ ഒരു നന്നായി ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടീനെ കല്യാണം കഴിക്കണം, അങ്ങനെ നമ്മുടെ മനസ്സിലെ സ്വാഭാവികമായിട്ടും ഒരു 16-17 വയസ്സിലൊക്കെ കടന്നു കൂടിയിട്ടുള്ള ഒരു ചിന്തയാണ്. അങ്ങനെ ദുബായിൽ വരുന്നു. നമ്മൾ ജീവിതത്തിൽ എന്താ പറയുക, കല്യാണം അടുത്ത സ്റ്റെപ്പ് എന്ന് വരുമ്പോൾ നാട്ടിലേക്ക് ലീവ് എടുത്ത് പോവാണ്. എല്ലാ ഗൾഫുകാരനും കല്യാണം കഴിക്കാൻ നാട്ടിലേക്ക് പെണ്ണ് കാണാൻ പോകുന്ന പോലെ തന്നെ. പക്ഷെ ഇപ്പൊ ആ ട്രെൻഡ് കുറഞ്ഞു. ഇപ്പൊ ട്രെൻഡ് മാറി, മതി അങ്ങനത്തെ ഇനി കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നാട്ടിലെ ചെറുക്കം മതി വരും. അതെ. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു 7 ദിവസം കൊണ്ട് 22 പെണ്ണ് കാണുകയാണ് ഞാൻ.
22 പെണ്ണ്. ഒരാഴ്ച ലീവിന് പോയിട്ട് 22 പെണ്ണ് കണ്ട് 22ാമത്തെ പെണ്ണാണ്. ഒരു 3 കൂടെ പോയിരുന്നെങ്കിൽ 25. അങ്ങനെയാണ് റിൻസിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ പെണ്ണ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഡാൻസ് ചെയ്യോ? ഞാൻ ഡാൻസ് ചെയ്യും, ക്ലാസിക്കൽ ഡാൻസ് അറിയുക, ഞാൻ 12 വർഷം ഭരതനാട്യം പഠിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ സെറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടുകാർക്ക് വിട്ടു കൊടുക്കുന്നു. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കല്യാണമാണ്. അപ്പോൾ നമ്മൾ വീട്ടുകാർക്ക് വിട്ടു കൊടുക്കുന്നു. പിന്നെ കല്യാണങ്ങൾ നടക്കുന്നു. അത് കഴിഞ്ഞ് ദുബായിൽ വരികയാണ്. അപ്പോൾ ഞാൻ റിൻസിയോട് ചോദിക്കുന്നത് നമുക്ക് ജോലിക്ക് പോകണ്ടേ, പിന്നെ എന്താ ചെയ്യേണ്ടത്, ഏത് ജോലിയാണ് ഇഷ്ടം, ഏത് കൈൻഡ് ഓഫ് ഇതിലേക്കാണ് പ്രൊഫഷനിലേക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കണം. അപ്പോൾ റിൻസി പറയണം, അല്ല ഞാൻ ഡാൻസറാണ്, കൊറിയോഗ്രാഫറാണ്, ഞങ്ങൾ ഡാൻസാണ് ചെയ്യുക. റിൻസി ഇവിടെ ദുബായിലെത്തി നിങ്ങൾ ഒരുമിച്ച് താമസം തുടങ്ങി. അപ്പോൾ ഞാൻ അല്ല ഡാൻസ് ചെയ്തോ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ജോലി വേണമല്ലോ, ജീവിക്കാൻ ജോലി വേണ്ടേ എന്ന് ചോദിക്കുന്നു. അങ്ങനെയില്ല, ഞങ്ങൾ ഡാൻസാണ്. അപ്പോഴാണ് ഞാൻ ഓക്കെ, ഒരു ഡാൻസർക്ക് ഡാൻസ് ചെയ്ത് മാത്രം ജീവിക്കാം അല്ലെങ്കിൽ ജീവിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾ ഈ സൊസൈറ്റിയിൽ ഉണ്ടെന്ന് ഞാൻ ഫസ്റ്റ് അത്രയും ആയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഡാൻസ് ഒരു പ്രൊഫഷനാക്കിയിട്ട് നമുക്ക് ജീവിക്കണം അല്ലെങ്കിൽ എൻ്റെ പാഷൻ പ്രൊഫഷനായി ലൈഫ് ലോങ് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആളുകൾ സൊസൈറ്റിയിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു സമയത്താണ്. അങ്ങനെ ഞാൻ പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുകയാണ്, ഡാൻസ് കളിക്കാവുന്ന സ്ഥലങ്ങൾ, പ്രാക്ടീസ് ചെയ്യാവുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഡാൻസിന് ഇമ്പോർട്ടൻറ്റ് നമുക്ക് അറിയില്ല ദുബായിൽ. അതൊന്നും അപ്പോൾ റിൻസിക്ക് പെർഫോം ചെയ്യാൻ ഒരു സ്പേസ് വേണം, അത്രേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അപ്പൊ അന്നത്തെ പാഷൻ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കി അവിടെ ഒന്ന് ഹാപ്പി ആവാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് അന്ന് കലാഭവൻ ദുബായ് ഉണ്ട്. കലാഭവൻ ദുബായില് എൻ്റെ ഫ്രണ്ട് സുരേഷ് അവിടെ ആർട്ട് ടീച്ചറാണ്. അപ്പൊ സുരേഷ് ഒരു ക്യാരക്ടറാണ്, ഒരു വെറൈറ്റി. സുരേഷ് അറിയോ? സുരേഷിനെ അറിയല്ലോ, കണ്ടിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ സ്റ്റുഡിയോയിൽ സുരേഷ് വരച്ചിട്ടുള്ള 15 വർഷം സിനിമാറ്റിക് ഡാൻസ് തൃശ്ശൂർക്കാർക്ക് എന്താന്ന് മനസ്സിലാക്കിയത് സുരേഷിനെ കണ്ടിട്ടാ. അങ്ങനത്തെ ഒരു നമ്മൾ വെറൈറ്റി സുരേഷ് എന്ന് വിളിക്കുക. നമ്മുടെ ഭയങ്കര വെറൈറ്റി ഡാൻസ് ആണ്. അപ്പോൾ സുരേഷിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുകയാണ്. അപ്പോൾ സുരേഷ് പറഞ്ഞു ഓക്കെ മട്ടനീ വായോ. അങ്ങനെ റിൻസി ആയിട്ട് അവിടെ ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ കലാഭവന്റെ അണ്ടറിൽ ഒരു ട്രൂപ്പ് തുടങ്ങുന്നു. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഷോസ് കാര്യങ്ങളൊക്കെ. അതിലെന്താ ചെയ്യുക സ്നേഹ, ഈ കലാഭവനെ സംബന്ധിച്ച് അന്ന് വരെ അവർക്ക് വരുന്ന ഷോ ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷെ കലാഭവന് വേണ്ടിയിട്ട് വേദികൾ മാർക്കറ്റ് ചെയ്ത് തുടങ്ങി അല്ലേ? കലാഭവൻ ശരിക്കും ഒരു മ്യൂസിക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ലെവലിലാണ് പോകുന്നത്. ഭരതനാട്യമൊക്കെ പഠിപ്പിക്കും. അന്നത്തെ ദുബായിൽ ഒരു ബോളിവുഡ് ഡാൻസ് എന്ന് പറയുന്നത് ഒരു കോഴ്സോ അല്ലെങ്കിൽ അതിന് അങ്ങനെ ആയിട്ടില്ല, ട്രെൻഡ് ആയിട്ടില്ല. ബോളിവുഡ് ഡാൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കോഴ്സ്, ഒരു സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു കോഴ്സാണ്. ബോളിവുഡ് ഡാൻസ് ഇപ്പോൾ എവിടെയോ എത്തിയിട്ടുണ്ട്, വേറെ ലെവലിലേക്ക് എത്തി. അപ്പൊ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് എനിക്ക് ചെറിയൊരു പരിചയം അതുമായിട്ടുണ്ട്. ഞാൻ ഇതിനു മുന്നേ ഒരു ഫിറ്റ്നസ് ക്ലബിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അവിടെ ബോളിവുഡ് ഡാൻസും സൂംബയും ഈ പരിപാടികൾക്ക് ഞാൻ ഒരു 3 years അവരുടെ കൂടെ ആയിരുന്നു. അപ്പം ഇവരുടെ ഈ സർട്ടിഫിക്കേഷൻ, അതായത് ഈ സർട്ടിഫിക്കേഷൻ അവർ എടുത്താൽ പോലും അത് അവർ ഓരോ ഇയർ അത് റിന്യൂ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതനുസരിച്ചിട്ട് ബോളിവുഡ് ഡാൻസിന്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ അവർക്ക് ന്യൂസിലാൻഡിൽ നിന്നാണ് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. ലൈക് 3 years ബാക്ക് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ അത് കുറച്ചും കൂടെ മെച്ചപ്പെട്ട അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അപ്പോ കലാഭവനിൽ നിന്ന് അപ്പൊ അങ്ങനെ കലാഭവൻ എത്തി. കലാഭവനിൽ നമ്മൾ സുരേഷ് സാറായിട്ട് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. കലാഭവനിൽ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ചെയ്യുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കലാഭവൻ ക്ലോസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പോൾ അന്ന് കലാഭവൻ നടത്തിയിരുന്ന ആൾക്ക് അസുഖം വരികയും അങ്ങനെ കലാഭവൻ ക്ലോസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വേറെ സ്റ്റുഡിയോ തുടങ്ങണം. അപ്പം അങ്ങനെ അതിൽ കളിച്ചിരുന്ന ഒരു 7 പേര്. അപ്പോൾ എൻ്റെ വൈഫ് റിൻസി, മിറാഷ്, അസീസ്, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്, ജിത്തു, ട്രൂപ്പായിട്ട് അതിൽ അസ്മിതേഷ്, അങ്ങനെ ഒരു 7 പേര് കൂടിയിട്ട് ട്രൂപ്പിൽ അവിടെ കളിച്ചിരുന്ന 7 പേര് കൂടിയിട്ട് ഒരു റൂമോ വാടകയ്ക്കിട്ട് ബർദുബായിൽ ഒരു റൂമോ വാടകയ്ക്കെടുത്തിട്ട് ഒരു ട്രൂപ്പ് തുടങ്ങുകയാണ്. അന്ന് ഈ കളിച്ചിരുന്ന എല്ലാവരും കൂടി ഈ കലാഭവന്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ഒരു മീറ്റിംഗിലാണ് നമുക്കൊരു പേര് വേണം എന്ന് സെലക്ട് ചെയ്യുകയും ജാസ് റോക്കേഴ്സ് എന്നുള്ള പേര് സെലക്ട് ചെയ്യാം. കലാഭവന്റെ പേരിൽ എന്തായാലും കളിക്കാൻ പറ്റില്ല, അതിന് റോയൽറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് വേറൊരു പേര് വേണം സ്വാഭാവികമായിട്ടും. അങ്ങനെ ആ പേര് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ആ പേരിൽ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴാണ് ജാസ് റോക്കേഴ്സുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിനു മുമ്പ് ഒരു കാര്യം, ആദ്യം നമുക്ക് ലച്ചുവിനായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ലച്ചു എന്താണ് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ, ലച്ചുവിന്റെ ഒരു പെർഫോമൻസ്. ഓക്കെ.
वराहं वराहरूपं दैववरीष्ठं वरस्मितवदनं वज्रदन्तधर रक्षाकवचम् शिवसम्भूत भुवि संजात नम्बिदवगिम्बु कोडुववनीत ಸಾವಿರ ದೈವದ ಮನಸಂಪ್ರೀತ ಬೇಡುತ್ತ ನಿಂದೆವು ಗಣಪತಿ ಕಳಲಡಿ ಅಣಿಮನಮೇ கனிந்தருளும் குணநிதி என்றும் கைவிடான் என்றெண்ணி அனுதினமும் கணபதி கழலடி பணிமனமே கனிந்தருளும் குணநிதி என்றும் கைவிடான் என்றெண்ணி அனுதினமும் கணபதி கழலடி பணிமனமே பணிமனமே கழலடி பணிமனமே கனிந்தருளும் குணநிதி என்றும் கைவிடான் என்றெண்ணி അനുദിനமுം. അപ്പോൾ ലച്ചുവിൻ്റെ ഒരു അടിപൊളി പെർഫോമൻസും അതുപോലെ തന്നെ ലച്ചുവിൻ്റെ ഒരു അടിപൊളി കൊറിയോഗ്രാഫറും കണ്ടു. നിങ്ങളെല്ലാവരും ഹാപ്പി ആണെന്ന് എനിക്കറിയാം. അപ്പം ഇനി നമുക്ക് ലച്ചുവിൻ്റെ അടുത്ത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇതിന്റെ ഒരു കൊറിയോഗ്രാഫിയും ലച്ചുവിൻ്റെ ആയിരുന്നല്ലേ? ഓക്കെ. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ലച്ചുവിന്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ട് ബേസ് ചെയ്തിട്ട് ഫാമിലി ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ഇരിക്കുന്ന ആള് ചില്ലറക്കാരി അല്ല കേട്ടോ. ലച്ചുവിന്റെ അമ്മ പണ്ട് അന്ന് പഠിക്കുന്ന സമയത്ത് ആശാശരത്തിനോടൊക്കെ കോമ്പറ്റ് ചെയ്തിട്ട് കലാതിലകമായിട്ടുള്ള വ്യക്തിയാണ്. ഒരു ഡാൻസറാണ്, ജാസ് റോക്കേഴ്സിലെ ടീച്ചറാണ്. ലച്ചുവിന്റെ അച്ഛൻ ഒരു അസാധ്യ സിംഗറാണ്, ഗിത്താറിസ്റ്റ് ആണ്. ഉമ്പായി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സിംഗർ ഉമ്പായി. അവരുടെ ഒക്കെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള അത്. പിന്നെ ചേച്ചി പാട്ട് പാടും, ഡാൻസ് ചെയ്യും, കവിതകൾ ചൊല്ലും. അതുപോലെ അസാധ്യ ഒരു കലാ ഫാമിലിയാണ്, ആർട്ട് ഫാമിലിയാണ്. അതിന്റെ ഏറ്റവും ടൈനിയസ്റ്റ് ബിറ്റ് ആണ് അല്ല, ആളും പുലിയാണ്. അതായത് ചെറുപ്പത്തിൽ തന്നെ ബൂഗി വൂഗി എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് വിന്നർ ആയിട്ടുള്ള. ഏത് ഏജിലാണ്? 7 വയസ്സിലാണ്. അതെ, 7 വയസ്സ്. ഞാൻ 7 വയസ്സിലൊക്കെ എന്തായിരിക്കും അവസ്ഥ? അല്ല, ഞാൻ ഡാൻസ് ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട് ആ സമയത്ത്, ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ആ ബൂഗി വൂഗി എക്സ്പീരിയൻസ് ഒന്ന് പറയൂ. അത് ശരിക്കും പറഞ്ഞാൽ 7 വയസ്സിൽ എന്തൊക്കെയോ അത് എക്സ്പ്രഷനിൽ പിടിച്ചു നിന്ന് അങ്ങനെ വിൻ ചെയ്തൊരു സാധനം. പിന്നെ ലാസ്റ്റ് ഡാൻസ് തുടങ്ങിയത് അല്ലെങ്കിൽ ഡാൻസ് ഒരു സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? ആക്ച്വലി ഞാൻ 5 or 6 വയസ്സുള്ളപ്പോ ഒരു ഫാഷൻ ഷോയിന് കയറി. ഫാഷൻ ഷോയിന്റെ കുറെ റൗണ്ട്. അപ്പൊ അതില് ഒരെണ്ണം ടാലന്റ് റൗണ്ട് ആയിരുന്നു. അന്ന് ടാലന്റ് ഒന്നും ഇല്ല എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പൊ അവര് ആരോ ചോദിച്ചു ഡാൻസ് കളിക്കോ, പിന്നെ അമ്മ ഏറ്റെടുത്തു, അടിച്ചു പഠിപ്പിച്ചു. പിന്നെ ഡാൻസ് വരില്ല എന്ന് അറിഞ്ഞപ്പോ എക്സ്പ്രഷനില് പിന്നെ അങ്ങനെ ഫസ്റ്റ് പെർഫോമൻസ് സ്റ്റേജിൽ കയറിയതാ. പിന്നെ ആ ഡാൻസ് തന്നെ ഒരു പ്രാവശ്യം ഗ്ലോബൽ വില്ലേജിൽ കളിച്ചു. അത് ഭയങ്കര ഹിറ്റ്. അപ്പൊ അങ്ങനെ ആ സെയിം ഡാൻസ് എനിക്ക് തോന്നുന്നു ഗ്ലോബൽ വില്ലേജ് എവറി വീക്കെൻഡ് ഒരു 5 വർഷം ഞാൻ കളിച്ചിട്ടുണ്ട്. സെയിം ഡാൻസ് ബിക്കോസ് ഭയങ്കര ഫാൻ. പാട്ട് ജുംക ഗിരാരെ. എനിക്ക് ഗ്ലോബൽ വില്ലേജിൽ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള ഡാൻസിന്റെ ഇനി തകർക്കാൻ പറ്റില്ല അത്. അല്ല, വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ അടുത്ത കൊല്ലാവുമ്പോ വേറെ പാട്ട് മാറ്റി പിടിക്കുന്ന എന്താ തോന്നാഞ്ഞത്?
ഈ ഡാൻസ് കാണാൻ വേണ്ടി ജംഗിൾ പൊളി. പിന്നെ കുറച്ച് വലുതായപ്പോ എക്സ്പ്രഷൻ ഒന്നും ഏക്കാണ്ടായി. അപ്പൊ പിന്നെ ഡാൻസ് പിന്നെ അങ്ങനെ പിന്നെ ഞാനും ചേച്ചിയും ഡാൻസ് ക്ലാസ്സിൽ പോയി, വേറെ സ്റ്റൈല് പഠിക്കാൻ പോയി. പിന്നെ അങ്ങോട്ട് ജാസ് റോക്കേഴ്സില് ചേർന്നത് ഏത്? അത് ഇങ്ങനെ ഒരു എനിക്കൊന്ന് മാർട്ടിനേട്ടന്റെ സ്റ്റോറി ഫാസ്റ്റ് ഫോർവേഡ് ഒരു 2015 ആയപ്പോ നമ്മള് ഏഷ്യ വിഷനായിട്ട് ഇവര് പെർഫോമൻസിനെ അന്വേഷണം നടത്തിയിരുന്നു. അപ്പൊ ഞാനും ചേച്ചിയും അവിടെ എത്തിപ്പെട്ട് പിന്നെ അതിനു മുമ്പ് തന്നെ എനിക്ക് ജലക് ദിഗ്ലാജ വരുന്ന ഏത് വർഷത്തിലാണ് വിന്നർ ആവുന്നത്? 13. ആ പെർഫോമൻസ് ഞാൻ ലൈവ് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം മറ്റോ ഞാൻ ഫേസ്ബുക്കിൽ ഇവർക്ക് മെസ്സേജ് ചെയ്യാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇവരെ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു 2-3 വർഷം വർക്ക് ചെയ്തിട്ടാണ് ഇവര് ജാസ് റോക്കേഴ്സിൽ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ബോഗി ബോഗി കഴിഞ്ഞിട്ടാണ് ജലക് ദിഗ്ലാജ വരുന്നത്. അതിന്റെ വിന്നർ ആയിരുന്നില്ലേ? അതിന് UAE വിന്നറാണ്. അങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. ജലക്ക് എനിക്കൊന്നു എൻ്റെ സ്ട്രോങ്ങസ്റ്റ് ഫോം ആ ടൈമിൽ ക്ലാസിക്കലായിരുന്നു. പക്ഷെ അത് ഏക്കോന്നൊരു ഡൗട്ട് ഉണ്ടായി. ബിക്കോസ് ബാക്കി എല്ലാവരും മറ്റേ മൈക്കിൾ ജാക്സണും ബ്രേക്ക് ഡാൻസും സ്റ്റൺസും ഒക്കെ ആയിരുന്നു. അപ്പൊ അന്നത്തെ ജഡ്ജ് സരോജ് ഖാനും സന്ദീപ് അപ്പോൾ അന്ന് ഞാൻ ഫുൾ ദേസി ഗേളിന്റെ പാട്ടില് ഫുൾ ക്ലാസിക്കൽ, അതായത് മറ്റേ ഫ്യൂഷൻ ഒന്നല്ല, ഫുൾ ഭരതനാട്യം ആ പാട്ടിൽ ചെയ്തു. പിന്നെ അങ്ങനെ ഭയങ്കര അഭിപ്രായം സരോജ് ഖാൻ സ്റ്റാൻഡിങ് ഓവേഷൻ ഒക്കെ. അതെ, ഷാറൂഖ് ഖാന്റെ എല്ലാ സിനിമകളും. പിന്നെ എന്നെ പേഴ്സണലി ട്രെയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിന്റെ ഫൈനൽസ് എന്ന് വെച്ചാൽ മാധുരിന്റെ ഫ്രണ്ടില് ഡാൻസ് കളിക്കാൻ ഒരു ചാൻസ് കിട്ടി. അതെ. പിന്നെ അവരുടെ കമന്റ്സ് റെമോ, കരൺ ജോഹർ, പിന്നെ മാധുരി ദീക്ഷിത്. അതിന്റെ ഒരു ഓർമ്മകൾക്ക് മുമ്പിൽ ടോക്ക് ഓഫ് ദ ടൗൺ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പെർഫോമൻസ് ലൈവ്, ഒരു സ്പോട്ട് ടാസ്ക് ഓഫ് ദ ടൗൺ. ഓക്കേ, ടാസ്ക് ഓഫ് ദ ടൗൺ. നിങ്ങൾ പ്രേക്ഷകരുടെ പാട്ട് പ്ലീസ്. ടോണി ബ്രോ വരും. से तुमको पाना तन मन तुम, तन से मन को जाना उलझन तुम, जिया रे नैना चुप के हरे मन गुम सुन, डोरी टूटे ना 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 बांधी नैनों ने, जो संग तेरे देखे मैंने तो सब रंग तेरे അല്ല, അറിയാലോ. അല്ല, ഗ്രേസ്ഫുൾ ആയിരുന്നു കേട്ടോ. അല്ലെങ്കിലും ഈ പാട്ട് പാടുന്നവരും ഡാൻസ് കളിക്കുന്നവരും ആർട്ട് എന്ന് പറയുന്ന ഒരു പാഷനേറ്റ് ആയിട്ട് കൊണ്ടുപോയി നടക്കുന്ന ആൾക്കാരോട് ഒരു പ്രത്യേകതരം ഒരു ഇതാണ്. അത് ഇൻബിൽറ്റ് ആണ് പലർക്കും. തിരിച്ചറിഞ്ഞ് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റേജിൽ തന്നെ ലച്ചുവിന്റെ അമ്മ എടുത്ത ആ എഫേർട്ട് ഉണ്ടല്ലോ, അത് അപ്ലോസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡാൻസ് പാടാനും പാട്ട് പാടാനും കഴിവില്ലാത്തവർ എന്താ ചെയ്യാ? എവിടെന്നെങ്കിലൊക്കെ ഞങ്ങൾ അല്ല, ലച്ചുവിന്റെ അമ്മയെ കുറിച്ച് ശരിക്കും പറയേണ്ട ഒരു ക്യാരക്ടർ ദീപ ടീച്ചർ. എനിക്ക് തോന്നുന്നൊരു നമ്മളൊപ്പം ഒരു 10 വർഷത്തിന് മേലെയായിട്ട് ദീപ ടീച്ചറുണ്ട്. പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ മാത്രമല്ല, പല കാര്യങ്ങളും ഞാൻ ടീച്ചറോട് ചോദിച്ചിട്ടാണ് ഡിസിഷൻ എടുക്കുക. അവിടെ ടീച്ചർ നമുക്ക് ഇങ്ങനെ സംഭവം ഉണ്ട്, എന്താ ചെയ്യണ്ടേ, അപ്പൊ അത് വേണോ മാട്ടിനെ നോക്കിയിട്ട് അങ്ങനെ പറയും ടീച്ചർ. അപ്പൊ നമുക്കറിയാം അതിൽ അപകടം ഉണ്ട്, വേണ്ട. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ട് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും
പിന്നെ അതിനുള്ള ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ചിന്തിക്കാൻ മാത്രമല്ല ഒരു വല്ലാത്തൊരു സ്വാഗാണ് അവർക്ക്. അത് ഇപ്പോൾ ഞങ്ങളൊരു എൻ്റെ ഒരു ഷോർട്ട് ഫിലിം ലാസ്റ്റ് റിൻസിയാണ്, അതായത് ഇപ്പോൾ മാർട്ടിന്റെ വൈഫാണ് കൊറിയോഗ്രാഫി ചെയ്തത്. ഞങ്ങൾ ലാസ്റ്റ് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് ഫുള്ള് ലച്ചുവിന്റെ വീട്ടിലാണ്. അപ്പൊ അവരുടെ ഒരു നമുക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ടും ഒരു വല്ലാത്തൊരു സംഭവമാണ്. ഒരു ദിവസം നമുക്ക് ടോക്ക് ഓഫ് ദ ടൗണിൽ കൊണ്ടുവരണം. അപ്പൊ എന്തായാലും അടിപൊളിയായി. അപ്പൊ ലച്ചു പറയും, ജാസ് റോക്കേഴ്സിൽ വന്നതിന് ശേഷമുള്ള വിശേഷങ്ങൾ പറയും. എത്ര വർഷമായി അവിടെ, എന്തൊക്കെ കോഴ്സസ് ആണ് പഠിപ്പിക്കുന്നത്? സോ ഞാൻ പറഞ്ഞ പോലെ ഏഷ്യ വിഷൻ എന്നാണ് എൻട്രി കിട്ടിയത്. ഏഷ്യ വിഷൻ മൂവി അവാർഡ്സ് അവിടെ നിന്നാണ്. ആ സമയത്ത് ഒരുപാട് ഡാൻസേഴ്സ് ഏഷ്യ വിഷൻ മൂവി അവാർഡ്സ് വരുമ്പോൾ ഒരു 125 പേര് 130 പേരൊക്കെ സ്റ്റേജിൽ പെർഫോം ചെയ്യാണ്. അങ്ങനത്തെ പെർഫോമൻസുകളാണ്. അപ്പോൾ അതിന്റെ ഡയറക്ടർ യൂസഫ് അവാർഡ് ഷോ എന്ന് പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഊഹിക്കാം. ഏഷ്യനെറ്റ്സിന്റെ അവാർഡ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സൈമ അവാർഡ്സ് ഒക്കെ ഞാൻ കണ്ടു. അതുപോലെ ഒരു അവാർഡ് ഷോ ആ ഡയറക്ടർക്ക് അത്രയും പെർഫോമൻസിന് വേണം. അപ്പോൾ യൂസഫ് ലെൻസ്മാർ മാർട്ടിനെ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഡാൻസേഴ്സിനെ കിട്ടാൻ കൊണ്ടുവരും എന്ന് പറയും. അപ്പൊ അങ്ങനെ ജാസ് റോക്കേഴ്സ് ആ ലെവലിൽ വളർന്നു. അതെ 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 അപ്പൊ അങ്ങനെയാണ് ലച്ചു എൻട്രി വരുന്നത്. റിയാലിറ്റി ഷോ ഫിനിഷ് ആയിട്ട് ആ ടൈമില് ലച്ചു ഒരു പെർഫോമർ ആയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ എങ്ങനെയാണ് ടീച്ചറായി മാറിയത്? ഞാൻ കോളേജിലിരിക്കുന്നു, പെട്ടെന്ന് ഒരു ഫോൺ കോൾ മാർട്ടിനേട്ടന്റെ. ലച്ചു നാളെ ഭരതനാട്യം പഠിപ്പിക്കാൻ പറ്റില്ലേന്ന്. ഞാൻ പറഞ്ഞു ഞാനോ? ഇത് ക്ലാസ്സിലിരിക്കണ ഞാനാ. അപ്പൊ ഞാനും വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റോ. പക്ഷെ മാർട്ടിനേട്ടന്റെ ആ വോയിസിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അപ്പൊ പറ്റും, ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എടുത്ത് ചാടുമായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, ആ സമയത്ത് ഭരതനാട്യം മാത്രമാണ് തുടങ്ങിയത്. ഞാൻ തുടങ്ങിയത് ആക്ച്വലി എല്ലാം ഉണ്ടായിരുന്നു. ഭരതനാട്യം ഉണ്ടായിരുന്നു, ബോളിവുഡ് ഉണ്ടായിരുന്നു, ഫിറ്റ്നസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ. അതെ അതെ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ബേസിക് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ ഒരു കുട്ടീനെ ഭരതനാട്യം പഠിപ്പിക്കുന്നുണ്ട്, ആ കുട്ടീനെ എന്നെ തന്നെ ബോളിവുഡ് ഫിറ്റ്നസ് പഠിപ്പിക്കുന്നുണ്ട്, ഹിപ്പ് ഹോപ്പ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ബേസിക്കലി ആ കുട്ടി ഒരു ക്ലാസിക് ഡാൻസറാണ്. അപ്പൊ ഇവരുടെ ശൈലിയിൽ എന്തെങ്കിലും മാറ്റം വരുമോ? അതായത് അതേ സെയിം ആൾ ഇപ്പൊ ലച്ചു പല ടൈപ്പ് ഓഫ് ഡാൻസ് കളിക്കും. അപ്പൊ ഒരു തനതായ ഡാൻസ് ടീച്ചർക്ക് കിട്ടുന്ന ഒരു അവരുടെ ഒരു തനിമയുടെ ഒരു ഇംഗ്ലീഷ് എനിക്ക് ഇപ്പൊ ഓർമ്മയില്ല. അപ്പൊ തനിമ നഷ്ടപ്പെടുമോ ഈ ബോളിവുഡ് കളിച്ചു? ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. മാത്സ് പഠിച്ചാൽ നമ്മൾ സയൻസ് മറക്കൂലോ, അത്രേ ഉള്ളൂ. അതായത് ക്ലാസിക്കൽ പഠിച്ചാൽ അതിന്റെ ബേസിക്സ് ഇറ്റ് വിൽ ഹെൽപ്പ് അസ് വേറെ സബ്ജക്റ്റിലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫ്ലെക്സിബിലിറ്റി ആണ് അതിന്റെ കൂടുതൽ. ക്ലാസിക്കൽ പഠിക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ഭരതനാട്യം പഠിക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ മോഹിനിയാട്ടം ബോഡി അത്രത്തോളം ഫ്ലെക്സിബിൾ ആയിരിക്കും. ഓബ്വിയസ്ലി ഫിറ്റ്നസിന്റെയും കൂടെ ഒരു അപ്ഗ്രേഡേഷൻ അല്ലേ. അതിന്റേതായ ഡിസിപ്ലിൻ ഉണ്ട്. ഇപ്പൊ അരമണ്ഡലം പണിഷ്മെന്റ് ആയിട്ടൊക്കെ നമ്മൾ നിർത്തും. ആ ഒരു സെയിം എന്താ പറയാ, ആ കോർ സ്ട്രെങ്ത് ഒക്കെ നമ്മൾ ബോളിവുഡിലും ഹിപ്പ് ഹോപ്പിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഗുണം ചെയ്യുള്ളൂ. അത് അങ്ങനെ അപ്പൊ അവിടുത്തെ പണിഷ്മെന്റ് അരമണ്ഡലമാണ്. സ്നേഹിമൊരു ഡാൻസറാണ്. അരമണ്ഡലം കുറെ ഇരുന്നിട്ടുണ്ട്, രക്ഷയുണ്ടായിരുന്നില്ല. പക്ഷെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഹിപ്പ് ഹോപ്പ് കളിക്കണു ഈ പെർഫോമൻസ്, ഇതിപ്പോ പല കുട്ടികളും ഒരു ആദ്യം തൊട്ട് ഉള്ളൊരു ഡാൻസ് ഫോം ചെയ്ത് പഠിച്ചു വരുന്നുണ്ടല്ലോ. പക്ഷെ ചിലർ ഇപ്പോഴത്തെ ട്രെൻഡ് ഒരു ക്യാപ്സ്യൂൾ പോലെ റീലിന് വേണ്ടി അല്ലെങ്കിൽ ഒരേ പെർഫോമൻസിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഈ ഒരു സംഭവം എങ്ങനെയാണ് ലച്ചു കാണുന്നത്? ഇപ്പൊ നമ്മള് റീല് നോക്കിയാല് ആക്ച്വലി ദിസ് ഇസ് എ ബിഗ് ഡിബേറ്റ്. അതായത് റീൽ ഡാൻസേഴ്സും അപ്പോ ഇപ്പൊ നമുക്കും കുറെ പേര് വരുന്നുണ്ട് ഇപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് പോകാനോ. ചില ആൾക്കാർ സ്റ്റുഡിയോ റെന്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു റീൽ എടുത്ത് ഇപ്പൊ നമ്മൾ പഠിക്കാനാണ് വരുന്നെങ്കിൽ അതിൻ്റെതായ ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. ഒരു റീലല്ല 10 റീൽ എടുക്കാൻ പറ്റും. പക്ഷെ ഒരു റീലിന് വേണ്ടി മാത്രം നമ്മൾ കളിച്ചാൽ ആ ഒരു ഡിഫറൻസ് അറിയാം. ഈ ഡാൻസ് എന്ന് പറയുന്നത് പ്രാക്ടീസിലാണല്ലോ. ആ നമ്മുടെ ബോഡി വഴങ്ങി വരുന്നതും ആ ഒരു പ്രാക്ടീസിലാണ് അതിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് അറിയാം. നമ്മളൊരു റീലിന് വേണ്ടി ചെയ്യുന്നത് പോലും ആ ഒരു ഡാൻസ് അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് ട്യൂൺ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-20 തവണ കളിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അവരോട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട്, സത്യം പറയട്ടെ, 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് കളിക്കാൻ പറഞ്ഞവർക്ക് അറിയില്ല, മറന്നുപോകും. ബിക്കോസ് ദാറ്റ്സ് നോട്ട് വിതിൻ ദം. അതാണ്. പക്ഷെ ഡാൻസ് പഠിക്കുന്ന ഒരാൾക്ക്
ഇപ്പൊ വെച്ച് ചെയ്ത പോലെ സ്പോട്ടിൽ കളിക്കാൻ പറഞ്ഞാൽ അവരെ കൊണ്ട് പറ്റും. ഏത് പാട്ടിട്ട് കൊടുത്താലും ആ താളത്തിനൊത്ത് അവരെ കൊണ്ട് ഏത് ടൈപ്പ് ഓഫ് ഡാൻസും ഏത് രീതിയിൽ വേണമെങ്കിലും, ഇപ്പം എന്താ പറയാ, ഫുൾ ക്ലാസിക്കൽ മാത്രം പഠിച്ച ഒരാൾ ഏത് ദേശി ഗേൾ സോങ്ങിനല്ലേ കളിച്ചത്, അതാ അതിന്റെ ഒരു പ്രാക്ടീസ് നിന്നാണ് ആൾക്കത് ചെയ്യാൻ പറ്റുന്നത്. ലക്ഷ്യോട് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ ഭരത ക്ലാസിക്കൽ ഡാൻസർ അല്ലെങ്കിൽ ആസ് എ ബോളിവുഡ് ഡാൻസർ എങ്ങനെ അറിയപ്പെടാനാണ് ഇഷ്ടം? അല്ല, രണ്ടും എനിക്ക് ഒരേപോലെ ഇഷ്ടമാണ്. ഡാൻസ് തന്നെ എന്റെ ഉയരാണെന്ന് അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ മോർ ബോളിവുഡ്. അത് കാണാനും ആൾക്കാരുണ്ട്, വ്യൂസ് കൂടുതല്, ലൈക്കുകളുടെ എണ്ണം കൂടുന്നത് ബോളിവുഡ് ചെയ്യുമ്പോഴാണ്. പിന്നെ ഇപ്പൊ ഭരതനാട്യം ആണെങ്കിലും നമ്മളൊരു ബോളിവുഡ് സോങ്ങിൽ ചെയ്താ കുറച്ചുകൂടെ ചമ്മച്ചലൊക്കെ ഈ ഭരതനാട്യത്തിന്റെ ഫോമിലാണ് ചെയ്യുന്നത്. ജാസ് റോക്കേഴ്സിലേക്ക് തിരിച്ചു വരാം. ഒരു ഇവിടെ ഈ വെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചവർ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. കുട്ടികൾ ഒരു എവിടെയാണ് പഠിച്ചിരുന്നത് ചോദിച്ചാൽ ഇവിടെയാണ് പഠിച്ചിരുന്നത്. ഇപ്പൊ എന്താ പഠിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനം പൂട്ടി എന്നാണ് പറയുന്നത്. ഇതൊരു വെല്ലുവിളി ആയിരുന്നില്ലേ ജാസ് റോക്കേഴ്സിനെ സംബന്ധിച്ച്? അതോ എങ്ങനെയാണ് ഈ ഒരു അതെ അതെ ഈ ഒരു കോവിഡ് ടൈമിലായാലും എവിടെയായാലും ഈ ഒരു ആദ്യം ഒരു ഡാൻസ് കമ്പനി ആയിട്ട് തുടങ്ങുന്നു, സ്കൂളായി തുടങ്ങുന്നു, സർക്കിൾ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു, ട്യൂഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങനെ 1, 2, 4 ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ഇത്ര ഒരു കോമ്പറ്റീഷൻ ഫീൽഡിൽ ജാസ് റോക്കേഴ്സ് എങ്ങനെ പിടിച്ചു അല്ലെങ്കിൽ ഇത്ര അട്രാക്റ്റീവ് ആയിട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ചിട്ടാണ്, എൻ്റെ ഒരു ഇതായിരിക്കാം. ഞാനൊരിക്കലും ഒരു അത് ബിസിനസ്സായിട്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഞാൻ എന്നിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു സംഭവത്തിലാണ് ഞാനത് ശ്രദ്ധിക്കാറുള്ളത്. അപ്പം ഞാൻ ജാസ് റോക്കേഴ്സ് ഒരു സ്ഥലത്ത് തുടങ്ങുമ്പോൾ കരാമയിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കരാമയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അന്ന് കരാമയിൽ എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടെന്നോ ഇപ്പോൾ സാധാരണ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു സോട്ട് അനാലിസിസ് നടത്തി അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ടൊക്കെയാണ് തുടങ്ങുക. നമ്മൾ അങ്ങനെയൊന്നുമല്ല, ഒരു ചങ്കുരുത്തമ്മ അങ്ങോട്ട് തുടങ്ങുകയാണ്, പിന്നെ അതിനുവേണ്ടി അങ്ങോട്ട് വർക്ക് ചെയ്യാണ്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന സമയത്ത് ഒരിക്കലും ഡാൻസ് സ്കൂൾ ലക്ഷ്യമായിരുന്നു, ഒരിക്കലും അല്ലല്ലോ, അന്നൊരു ട്രൂപ്പ് മാത്രമാണല്ലോ. അത് കഴിഞ്ഞ് റിൻസിയാണ് വീട്ടിൽ കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങുകയാണ്. കാരണം ട്രൂപ്പ് എല്ലാം ഷോസും കളിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കൊരു മകനായി, അപ്പൊ എല്ലാ ഷോസിനും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വീട്ടിൽ പഠിപ്പിച്ചു തുടങ്ങുകയാണ്. വീട്ടിലൊരു പഠിപ്പിച്ചു തുടങ്ങി ഒരു 10-50 കുട്ടികളായി. അപ്പോൾ ബിൽഡിങ്ങിൽ ആൾക്കാർ കംപ്ലൈന്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ തൊട്ടപ്പുറത്ത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തുടങ്ങുകയാണ്. അത് സംഭവിക്കുന്നതാണ്, അല്ലാതെ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരാളെ കല്യാണം കഴിക്കുന്നതല്ല. അവിടെയാണ് അതിന്റെ വ്യത്യാസം. കഴിക്കുമ്പോഴും ഇതൊരു എടുക്കണം എന്നൊരു തീരുമാനം ഇല്ല. ഒരു ഡാൻസർ മാത്രമല്ല നമ്മൾ കല്യാണം കഴിക്കുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ സംഭവിക്കുന്നതാണ്. പക്ഷെ നമ്മളൊരിക്കൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ നമ്മുടെ കസിൻസിന്റെ അടുത്ത് പറയും, എടാ നീ ഒരു സാധനം ചെയ്യുമ്പോൾ ഒരു തീവ്രവാദിയുടെ മനസ്സായിരിക്കണം, അതിന്റെ അവസാനം കണ്ടിട്ട് തിരിച്ചു വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മള് ഇതിലേക്ക് ഇറങ്ങി. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, വളരെ ക്ലോസ് ആയിട്ടുള്ള എന്റെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഇതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റും മാറ്റി, നിനക്ക് വേറെ വല്ല പണിക്ക് പോകൂടെ. അത് ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഉള്ളൊരു പേടിയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. പക്ഷെ ഒരാളുടെ പാഷൻ വെച്ചിട്ട് ആ ഒരു ബിസിനസ് ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോയൊരു ധൈര്യമുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ അതിൽ അത്രയും ഫോക്കസ്ഡ് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, അതിനു വേണ്ടി നമ്മൾ നിലനിൽക്കണം. നമുക്ക് തന്നെ പേടി തോന്നി കഴിഞ്ഞാൽ പിന്നെ പോയി, മനസ്സിലായി. പിന്നെ എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഇവൊക്കെ ചിന്തകളൊന്നുമില്ല. റിൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് ആണ്, അത് ഇപ്പോഴും മനസ്സിലായത്. ഇപ്പോൾ എത്ര വർഷമായെന്നറിയോ, ഇപ്പോഴും അടുത്തപ്പോൾ മാർച്ച് 3-ാം തീയതിയുള്ള ഓസ്ട്രേലിയയിലെ ഫ്രിഞ്ച് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ്. അതിനുള്ളിലുള്ള ഒരു ഡാൻസിന് വേണ്ടി കൊറിയോഗ്രഫി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഓസ്ട്രേലിയയിലുള്ള ഒരു 10-12 അവിടുത്തെ ചാർലി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ കുറച്ച് ഡാൻസേഴ്സിനെ ജൂണിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെ പെർഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഏത് ഓസീസിനെ ബോളിവുഡ് പെർഫോമൻസ് ദുബായിൽ കൊണ്ടുവന്നിട്ട് പെർഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായ. കാരണം വേറെ നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ കാലത്ത് എനിക്ക് പിള്ളേരെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഡാൻസ് തന്നെയാണ്. അല്ല, റിൻസിയെ സംബന്ധിച്ച് റിൻസി എൻ്റെ കൂടെ കൊറിയോഗ്രാഫർ ആയിരുന്നു. കുറുമ്പൻ എന്ന് പറഞ്ഞ ആൽബം റിൻസിയാണ് കൊറിയോ ചെയ്തിരുന്നത്. റിൻസിയെ സംബന്ധിച്ച് ഒരു റീൽ എടുക്കണമെങ്കിൽ പോലും അബ്ജാതി പ്ലാനിങ് ആയിരിക്കും, ഒരു രക്ഷയില്ലാത്ത പ്ലാനിങ്ങിലൂടെയാണ് റീല് പോലും എടുക്കാന്ന്. അതിന്റെ ഓരോ മൈന്യൂട്ട് പോയിന്റുകളും ചിന്തിച്ചിട്ടാണ്. നമ്മള് കോമ്പറ്റീഷനൊക്കെ കൗണ്ട് എടുക്കുമ്പോ നഖം വരെ നോക്കും, ഇങ്ങനെ ഇരിക്കണം. പിന്നെ അത് ആവുന്നവരെ ഒരു 20 പ്രാവശ്യം. ലച്ചു റിൻസി കോംബോ ഭയങ്കര ഇതാണ്, ഇവര് തമ്മിൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അത്രയൊക്കെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയാണല്ലോ. നിങ്ങൾ എന്ത് ചെയ്തോ നിങ്ങൾ തോൽക്കില്ല, അതങ്ങനെയാണ്. മനസ്സിലായ? നമ്മൾ പലപ്പോഴും നമ്മൾ ഡെഡിക്കേറ്റഡ് അല്ല, നമ്മൾ നേരം പോക്കിന് വേണ്ടി ചെയ്യുക, അത് കഴിയുമ്പോൾ നമ്മുടെ ഫോക്കസ് മാറിപ്പോവുക. ഇതൊക്കെയാണ് ലൈഫിൽ ആക്ച്വലി സംഭവിക്കുന്നത്. നിങ്ങൾ എന്ത് സാധനവും അത്രയും ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഫെയിൽ ആവില്ല. പക്ഷെ അത് ഒരുപാട് പേർക്കും അത് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാറില്ല. അത് ഫോക്കസ് ഒരു വലിയ ഘടകമാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് റെൻസിക്കായാലും മാർട്ടിനായാലും യു ബോത്ത് ആർ ദി സ്ട്രോങ്സ്റ്റ് പില്ലേഴ്സ്. അങ്ങനെ വേണം പറയാൻ. ഈ ഇവരുടെ ഒരു ക്യാരക്ടറേ അല്ല റിൻസി. റിൻസിയുടെ മനസ്സിൽ ഫുൾ ആർട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സംഭവം എന്റെ മനസ്സിൽ ബിസിനസ് ഉണ്ട്, എല്ലാം അങ്ങനത്തെ ഒരു പരിപാടികളാണ്. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ 15 കൊല്ലമായി തുടങ്ങിയിട്ട് 4 ബ്രാഞ്ച് ഉണ്ട്. ഓസ്ട്രേലിയയിൽ തുടങ്ങി. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു ചോദ്യമുണ്ട്, ഈ ഇത്രയധികം ഡാൻസ് കമ്പനികളുണ്ട്, ഇതിൽ നിന്ന് ജാസ് റോക്കേഴ്സ് എങ്ങനെ വ്യത്യസ്തമാവുന്നത്? എന്തുകൊണ്ട് ഒരു കുട്ടി ജാസ് റോക്കേഴ്സ് ചൂസ് ചെയ്യും? അത് ഒന്ന് ടീച്ചിങ് ക്വാളിറ്റിയാണ്. അതിനു വേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ടീച്ചേഴ്സാണ് ഒന്ന്. രണ്ടാമത് കൺസിസ്റ്റൻസിയാണ്. അതായത് ഇപ്പോൾ വികാസ് പറഞ്ഞ സംഭവം, ഒരാൾ ഒരു 6 മാസം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി, അല്ലെങ്കിൽ ഒരു വർഷം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചു, അപ്പോഴേക്കും ആ ടീച്ചർ ഇല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദീപ് ടീച്ചർ നമ്മുടെ അവിടെ 10 വർഷത്തിന് മേലെയായി. ലച്ചു നമ്മുടെ അവിടെ എത്രയോ വർഷമായി, 10-12 വർഷത്തിന് മേലെയായി എന്നല്ലേ. പിന്നെ 15 വർഷത്തോളമായിട്ട് ദുബായിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 4 ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. ഈവൺ ഒരു ബ്രാഞ്ച് ക്ലോസ് ചെയ്താൽ പോലും അതിലെ കുട്ടികൾക്ക് മറ്റുള്ള ബ്രാഞ്ചിൽ വരാൻ പറ്റും. അതൊക്കെ ആ ലെവലിലേക്ക് എത്താൻ നമ്മൾ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ റീസൺ. പക്ഷെ തുടക്കകാലത്തെ റീസൺ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. മനസ്സിലായ? ഇപ്പം ഈ പറഞ്ഞ പോലെ ദീപ ടീച്ചർ, ലച്ചു, അതുപോലെ റിൻസി, മിറാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, മിറാഷിനൊക്കെ അറിയാം അല്ലേ? അത്രയും ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. ജാസ് റോക്കേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു കിട്ടുന്ന ഒരു എക്സ്പോഷർ, പേഴ്സണലി ഇവൻ ഒരു പെർഫോമർ ആയിട്ട് ഐ തിങ്ക് എത്രയോ സെലിബ്രിറ്റീസിനെ നേരിട്ട് കാണാനും അവരുടെ കൂടെ കളിക്കാനും പറ്റിയിട്ടുണ്ട്. And I think that's only possible because of Jazz Rockers. പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്ന് വരെ അത് ഇവര് തുടങ്ങണേക്കാട്ട് മുമ്പ് വരെ ഈ ക്ലാസിക്കൽ ഡാൻസിന് തന്നെയാണ് ഈ കോഴ്സുകളൊക്കെ കൂടുതലുണ്ടാവും. ഇതുപോലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടോട് നിങ്ങളാണ് ഈ ബോളിവുഡ് ഡാൻസ് ഒരു കോഴ്സ് ആക്കി കൊണ്ടുവരുന്നു. ബോളിവുഡ് ഡാൻസ് പഠിപ്പിക്കാമെന്നും ബോളിവുഡ് ഡാൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വേദികളിൽ പെർഫോം ചെയ്യാമെന്നും ബോളിവുഡ് സ്റ്റാർസിനോടൊപ്പം നമുക്ക് ഷാരൂഖ് ഖാൻ, ഐശ്വര്യ റായ് അങ്ങനെയുള്ള സ്റ്റാർസിനോടൊപ്പം നമുക്ക് ഇവിടുത്തെ 5 വയസ്സ് 6 വയസ്സുള്ള ജാസ് റോക്കേഴ്സിലെ സ്റ്റുഡൻസ് അവരോടൊപ്പം പെർഫോം ചെയ്യാണ്. അതൊന്നും അതുവരെ ദുബായ് കണ്ടിട്ടില്ലാത്തൊരു സാധനമായിരുന്നു. അതിനുശേഷം ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു നമ്മൾ ആ കാര്യത്തിൽ. അവിടെ നിൽക്കട്ടെ, നമുക്കൊരു ജാസ് റോക്കേഴ്സിന്റെ ഒരു ബോളിവുഡ് ഡാൻസ് കാണാം, പെർഫോമൻസ് കാണാം. ഓക്കെ. जब तक है ज़मीं, जब तक है आसमां, तुम मेरे ही रहो, बस इतना ही अरमां। तुझे बांध लूं मैं आंचल में, जैसे चांद रहे बादल में, हम जजते हैं ऐसे जैसे सजे नैन काजल में। Young Metro, I don't trust you, I'm gonna shoot you. Yeah. Jumpin', them boys are the something. I think I need my dance like Usher.
ഈ ജാസ് റോക്കേഴ്സ് തുടങ്ങിയിട്ട് ഈ ബോളിവുഡ് ഫിറ്റ്നസ് നിങ്ങളുടെ കോഴ്സുകളൊക്കെ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് ഇതൊരു എന്താ പറയാ ജനങ്ങളിലേക്ക് എത്താൻ ഒരുപാട് സമയമൊന്നും എടുത്തില്ല, പെട്ടെന്ന് അല്ലെ വേഗം സ്പ്രെഡായി സംഭവം അല്ലെ? അതിന്റെ മെയിൻ കാരണം ജാസ് റോക്കേഴ്സ് ഒരു ട്രൂപ്പായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഓൾറെഡി ദ നെക്സ്റ്റ് ഐറ്റം ജാസ് റോക്കേഴ്സ് ഓൺ സ്റ്റേജ് എന്ന് വിളിച്ചു പറയാണ്. അത് വിളിച്ചു പറയുന്ന മിഥുനും വിളിച്ചു പറയുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പബ്ലിസിറ്റിയാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് എൻക്വയറി വരികയാണ്, ആക്ച്വലി നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സുകൾ തുടങ്ങുന്നു, ഹോം ട്യൂഷൻ തുടങ്ങുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങളെ സംബന്ധിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തിട്ടില്ല. ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുക എന്നാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭയങ്കര പണിയാണ്. അതിന് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. കൂടുതൽ ബ്രാഞ്ചുകൾ വരുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ വേണം. അതിന് കോർപ്പറേറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കണം, എന്നാലേ അതിന് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിലാണ് ശരിക്കും എഫേർട്ട് വരുന്നത്. അല്ലാതെ അതിന്റെ ഒരു അപ്ഗ്രേഡ് ആയിട്ടാണോ ഓസ്ട്രേലിയ ചൂസ് ചെയ്തത്, അതോ ഓസ്ട്രേലിയ നിങ്ങൾ ചൂസ് ചെയ്തതാണോ? ഓസ്ട്രേലിയയുടെ കേസ് ഇവിടെ കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമ്മുടെ കംപ്ലീറ്റ് ബ്രാഞ്ചുകളെല്ലാം ക്ലോസ് ചെയ്ത് ഇവിടെ മെയിൽ വന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വന്നു. ഞാൻ നാട്ടിൽ പെട്ടു. ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളൊന്നുമില്ല. നമ്മൾ 10 ദിവസത്തേക്ക് നാട്ടിൽ പോയതാ. ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ പൂട്ടേണ്ടി വന്നു. ഞങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തു. ഷോപ്പിഫൈ എന്നൊരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ഞങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ക്ലാസ്സുകൾ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ആളുകൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആളുകൾ പഠിക്കാൻ വന്നു തുടങ്ങി, ഓൺലൈനിൽ വന്നു തുടങ്ങി. കാരണം അവിടെ ഉള്ളവർ നോക്കുകയാണല്ലോ ഡാൻസ് പഠിക്കാൻ എന്താണ് വഴി എന്നുള്ളത്. അങ്ങനെ വന്നു തുടങ്ങി. അങ്ങനെ എൻക്വയറികൾ വന്നപ്പോഴാണ് അവർ പറഞ്ഞു ഓസ്ട്രേലിയയിലേക്ക് ഇങ്ങനെ ഒരു മൾട്ടി കൾച്ചറൽ കൺട്രിയാണ്. അപ്പോൾ അവിടുത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ലോകത്ത് എവിടെയാണെങ്കിലും ഡാൻസ് ഒരു കൾച്ചറാണ്. ആ കൾച്ചറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാൻസേഴ്സ് ഡാൻസ് ചെയ്യുന്നതും ഡാൻസേഴ്സ് മറ്റുള്ള ഡാൻസേഴ്സായിട്ട് കൊളാബ് ചെയ്യുന്നതും ഡാൻസേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രൈമറി എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൾച്ചറിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ഒരുപാട് നാഷണാലിറ്റികളുണ്ട്. അപ്പോൾ ആ രാജ്യം അവിടുത്തെ നാഷണൽസിന്, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഇന്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ മൾട്ടി നാഷണൽസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡാൻസേഴ്സിനെ അല്ലെങ്കിൽ ഡാൻസ് നടത്തുന്ന കമ്പനികളെ ഇൻസ്ട്രക്ടേഴ്സിനെ മൈഗ്രേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വൈ ഡോണ്ട് യു ട്രൈ ദാറ്റ്? അങ്ങനെ ഒരു സാധനം. അപ്പോൾ ഞങ്ങൾ അപ്ലൈ ചെയ്തു. സൗത്ത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ലക്ഷ്യം അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. അത് എന്നോട് ചോദിച്ചാൽ ഞാൻ കൂടുതലും ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്ന കാരണം ലക്ഷ്യം അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങായിരുന്നു എന്ന് പറയാം. നേരെ തിരിച്ച് വികാസ് ചോദിക്കുന്നത് റിൻസിയോടാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലെ ആളുകളെ ഡാൻസ് പഠിപ്പിക്കുക എന്നതാണ് റിൻസിയുടെ ലക്ഷ്യം. കമേഴ്ഷ്യലി എല്ലാ ആളതിനെ കാണുന്നത്, അതിന്റെ ഒരു കൾച്ചറൽ ഡെവലപ്മെന്റ് ആണ് അവർ കാണുന്നത്. അത് തന്നെയാണ് ഓസി ഗവൺമെന്റിന് വേണ്ടത്. അല്ല, ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടിലെ വൈബുമായിട്ട് വലിയ വ്യത്യാസമില്ല. ഈ നിന്റെ ഫ്രണ്ട്സും എല്ലാവരും ഇവിടെയാണ് അല്ലെ? ഇവിടെയാണ് ജാസ് ഫോം ചെയ്തതും ഫ്രണ്ട്സും എല്ലാ കൾച്ചറും ഒക്കെ സെറ്റാണ്. ഇതൊക്കെ വിട്ട് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു? അതായത് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്ത് വൈഫ് റിൻസി തന്നെയാണ് കോൺഫിഡൻസ്. കാരണം ഒരു ഡാൻസർ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും അവിടെ അവർ ചെന്നിറങ്ങി എനിക്ക് തൊട്ടടുത്ത് എവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്, തൊട്ടടുത്തൊരു ഡാൻസറെ കിട്ടാൻ എന്താണ് വഴി, അവരവിടെ ബോളിവുഡ് ഒന്നും വേണ്ട. അവിടെ ചെന്ന് ന്യൂസിലാൻഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ലേഡിയോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ആളാണ്. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ എന്നാൽ ഡാൻസ് കളി. അപ്പോൾ ഞാൻ ചെന്ന് സംസാരിച്ചു. സ്വാഭാവികമായിട്ട് ഞാൻ കമ്പനിയുടെ CEO ആണ്, ഞാനാണ് ചെന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ആ ലേഡിയോട് പറഞ്ഞു മാറ്റിമാർക്ക് ഞങ്ങൾ സംസാരിക്കട്ടെ. കാരണം വെച്ചാൽ അവര് ഡാൻസേഴ്സാണ്, അങ്ങനെയാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവർ അരമണിക്കൂർ സംസാരിച്ചപ്പോൾ പിന്നെ അവിടെ ഡാൻസ് തുടങ്ങുകയായി. പിന്നെ ക്ലാസ്സുകൾ തുടങ്ങുന്നു, പിന്നെ ആ ലെവലിലേക്ക് അങ്ങോട്ട് പോകുന്നു, പിന്നെ പഠിക്കാൻ ആളുകൾ വരുന്നു. പിന്നെ അതിൻ്റെ ഒരു കമേഴ്ഷ്യൽ സൈഡിലേക്ക് ഓഫ് കോഴ്സ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫോർമുല അങ്ങനെയാണ്. അതിൻ്റെ ഒരു അപ്പം കംപ്ലീറ്റ്ലി നിങ്ങൾ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഇപ്പോൾ ഓസ്ട്രേലിയയിലായോ അതോ? റിൻസി ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ ഇപ്പോൾ ഒരു 5 ലൊക്കേഷനിൽ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 21st 22nd ഒരു ഇന്ത്യൻ മേള എന്ന് പറഞ്ഞിട്ട് വിക്ടോറിയ സ്ക്വയറിൽ ഒരു വലിയ 2 ദിവസത്തെ ഇന്ത്യൻസിനെ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ കൊറിയോഗ്രഫി നോക്കിക്കൊണ്ടിരിക്കുന്നു. ദെൻ March 3rd and 4th ഫ്രിഞ്ച് ഫെസ്റ്റിവൽ, അത് ഓസ്ട്രേലിയൻ്റെ ഓൺ ഒരു ഈവൻ്റാണ്. അതിനുള്ള കൊറിയോഗ്രഫി. അങ്ങനെ അവിടെ ഓസ്ട്രേലിയയിൽ അവരുടെ കൾച്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അവിടെ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പരിചിതമല്ലാത്തൊരു സംഭവമുണ്ട്. ദുബായിക്ക് അറിയാത്ത ഒരു കൾച്ചറുണ്ട് ഓസ്ട്രേലിയയിൽ. ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ ഡാൻസ് കൊണ്ട് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്.
അവരുടെ ബോഡി കോർഡിനേഷൻ, മൈൻഡ് ആൻഡ് ബോഡി കോർഡിനേഷൻ, അവർക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ്, വീൽ ചെയറിൽ ഇരുന്നിട്ട് ഒരാൾ ഡാൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അവരുടെ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതൊന്നും ചെറിയ സംഭവം. ഡിസേബിൾഡ് ആണെന്നുള്ള ഫീലിംഗ് ഇല്ല, ഞാനും ഒരു നോർമൽ ഹ്യൂമൻ ആണ്. ഡിസേബിൾഡ് അല്ല, ഡിഫറെന്റ്ലി ഏബിൾഡ് ആണ് എന്ന് പറയുന്നതിലേക്ക് അത് നമ്മളിവിടെ വാചകടി മാത്രമേ ഉള്ളൂ, അവിടെ അത് ചെയ്ത് കാണിക്കുന്നുണ്ട്. അവിടെയാണ് അതിന്റെ വ്യത്യാസമുള്ളത്. കണ്ണ് കാണാത്ത ഒരാളെ റിൻസി ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അത്ര എളുപ്പമല്ല. കണ്ണ് കാണാതെ റിൻസി ഡാൻസ് കളിക്കുമ്പോൾ ആൾക്ക് എന്തോ അവിടെ മൂവ് ചെയ്യണമെന്ന് മാത്രമേ തോന്നുള്ളൂ. അപ്പോൾ ഒരു ഷാഡോ ടീച്ചർ ഒരു ഫ്രണ്ടിനെ നിർത്തും, എന്നിട്ട് ഈ ആൾ പറഞ്ഞു കൊടുക്കും ഇന്നതാണ് ചെയ്യണേ എന്നുള്ളത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇയാൾ ഡാൻസ് പഠിക്കുകയാണ്. ഇനി ഈ കണ്ണ് കാണാത്ത ആള് സ്റ്റേജിൽ പോയിട്ട് കളിക്കണം. അതാണ് റിൻസിയുടെ അടുത്ത് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ കാണുന്ന പോലെയല്ല ഒരു കൊറിയോഗ്രാഫർ, ഒരു ഇൻസ്ട്രക്ടർ ഡാൻസിനെ കാണുന്നത്. അതിന്റെ വ്യൂ പോയിന്റ് തന്നെ തെറ്റാണ്. ഇതുവരെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡാൻസ് ഫോം ഉണ്ട് അല്ലെ, പഠിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ഞങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് വൈസ് പറയേണ്ടി വരും. ഇപ്പോൾ ഡാൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോളിവുഡ്, ഭരതനാട്യം, ഹിപ്പ് ഹോപ്പ്, ബാലെ, ഇനി ഫൈൻ ആർട്സിൻ്റെ കോഴ്സുകളുണ്ട്, ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്, അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ഫൈൻ ആർട്സ് കോഴ്സുകളുണ്ട്. മ്യൂസിക്കിലേക്ക് വരികയാണെങ്കിൽ കീബോർഡ്, പിയാനോ, വെസ്റ്റേൺ വോക്കൽ, ഗിറ്റാർ, ഡ്രംസ്, അങ്ങനെ അതിൻ്റെ കോഴ്സുകളുണ്ട്. ഡാൻസ്, മ്യൂസിക്, ഫൈൻ ആർട്സ്, ഫിറ്റ്നസ്സിലേക്ക് വരികയാണെങ്കിൽ സൂംബ, ബോളിവുഡ് ഫിറ്റ്നസ്, പിന്നെ ട്രിം ആൻഡ് ഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറ്റ് പ്രോഗ്രാം, അങ്ങനെ കോഴ്സ് പോകുന്നുണ്ട്. ഈ ബാലെ ഒക്കെ പഠിപ്പിക്കുന്നത് ഇന്ത്യൻസ് തന്നെയാണോ, എങ്ങനെയാണ്? അല്ല, നമ്മളുടെ ഇവിടെ ദുബായിൽ നമുക്ക് ഓൾമോസ്റ്റ് 75 എംപ്ലോയീസ് ആണുള്ളത്. 13 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡാൻസ് എന്നൊക്കെ പറയുന്നത്, ഡാൻസ്, മ്യൂസിക്, ഇതൊക്കെ ഒരു കൾച്ചറാണ്. ഒരു റഷ്യ എന്നുള്ള ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അവർ യൂട്യൂബിൽ അടിച്ചിട്ട് അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയിട്ട് നിയറസ്റ്റ് ഡാൻസ് സ്റ്റുഡിയോ ഏതാണെന്ന് നോക്കുന്നു. അവർ ആ ഡാൻസ് സ്റ്റുഡിയോയിൽ വരുന്നു, അവർ പറയുന്നത് എനിക്ക് സ്ട്രെച്ച് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ആ സ്റ്റുഡിയോ നമ്മൾ റെന്റ് ഔട്ട് ചെയ്യല്ല, അവർക്ക് എടുക്കാം. ഇപ്പോൾ ഒരു ബാലറ്റ് പോലെയുള്ളൊരു ഡാൻസ് ഫോം, ഇതിന് ഇത്ര സ്റ്റുഡൻസ് ഇത് പഠിക്കാനുണ്ടാവും എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണല്ലോ ഈ കോഴ്സ് തുടങ്ങുക? അതോ പിന്നെ എങ്ങനെയാണ് ഇത് പെട്ടെന്ന് തുടങ്ങുന്നതാണോ? ഞാൻ ഈ ബാലെന്ന് പറയുമ്പോ എന്റെ മനസ്സിൽ ബാലെന്ന് പറയുമ്പോ അപ്പൊ ഇതാ അല്ല, ഞാൻ കണ്ടു നമ്മളിവിടെ സൂംബ ചെയ്യുന്ന, ഞാൻ ജാസ്മിൻ സൂംബ ചെയ്യുന്ന. അപ്പൊ അവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആണ്. പിന്നെ അവിടെ വൈഫ് എന്തോ ഒരു അല്ല, ഇവരൊരു ആൽബം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു റിൻസിന് കൊറിയോഗ്രാഫി. ഞാൻ പറഞ്ഞു അത് വേണം. റിൻസിന് കൊറിയോഗ്രാഫി ആയിക്കോട്ടെ, നീ അനുഭവിച്ചോ. കുറുമ്പൻ ജാസി ഗിഫ്റ്റ് പാടി പാട്ട്, അപ്പൊ അത് റിൻസിയാണ് അതിന്റെ വീട്ടിലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാ പറഞ്ഞേ, ഇപ്പൊ ഈ ഇതുപോലെയുള്ള നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞാൽ കേട്ടാ തന്നെ സ്ട്രേഞ്ച് തോന്നിക്കുന്ന ഒരു സംഭവങ്ങള് തുടങ്ങാൻ ഇങ്ങനെയൊരു ധൈര്യം ഉണ്ടാവുന്നത്? അതാ പറയണം, നമ്മൾ സാധാരണ ബിസിനസ് തുടങ്ങുന്ന ഒരു ജ്വല്ലറി തുടങ്ങുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു IT കമ്പനി തുടങ്ങുന്ന പോലെയോ ഒരു ട്രേഡിംഗ് കമ്പനി തുടങ്ങുന്ന പോലെയോ ഒരു സോട്ട് അനാലിസിസ് നടത്തിയിട്ട് അത് അതിന്റെ മാർക്കറ്റ് സർവേയിൽ നിന്ന് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല അത്. മനസ്സിലായ? അതിനെ ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ ബാലെ പോലൊരു കോഴ്സ് ഇന്ത്യൻ ഡെൻസിറ്റി കൂടുതലുള്ള അൽനാദ പോലൊരു മാർക്കറ്റിൽ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു അടുത്ത 2 ഇയേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അതിൽ. മനസ്സിലായ? അതിൽ നിന്ന് ചിലപ്പോൾ ലോസ് വരാം. കോഴ്സ് തുടങ്ങി കഴിഞ്ഞ് ആ ഒരു ആർട്ട് ഫോമിനെ ഡെവലപ്പ് ചെയ്യണം. പലർക്കും മനസ്സിലായിട്ട് പോലും ഉണ്ടാവില്ല പുതിയൊരു കാര്യം അതിലേക്ക് കൊണ്ടുവരികയാണ്. അതിനിടയിൽ ഒരു 4-5 ടീച്ചേഴ്സ് പോയിട്ടുണ്ടാവും. ഈ റഷ്യൻസ് ഒക്കെ വന്നാൽ അധികം നിൽക്കില്ല. ഞാൻ യു കെന്ന് ഒരു ടീച്ചറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആള് 2 ആഴ്ച നമ്മൾ ഈ ക്ലൈമറ്റിൽ നമുക്ക് പറ്റില്ല കേട്ടോ, ആള് വിട്ടു. മനസ്സിലായി? അപ്പൊ ഒരു കഥ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ വേറെയാണ്. അവര് പോയി. അപ്പോ നമുക്കൊരു പെർഫോമൻസ് കാണാം. ഓക്കെ ശരി.
എന്താ പറയുക, ഇതൊക്കെ ഇൻസ്പിറേഷനിൽ പ്ലേ ചെയ്തതാണ് അല്ലേ? അതെ അതെ അതെ. നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വർഷം 2 പ്രൊഫഷണൽ സ്റ്റേജ് പെർഫോമൻസസ് ഉണ്ട്. ഒന്ന് ഇൻസ്പിറേഷൻസ്, 2 ജൂം ഇൻ ദ ഗ്രൂവ്. ഇൻസ്പിറേഷൻ നടക്കുന്നത് എല്ലാ ജാനുവരി ലാസ്റ്റ് സൺഡേ ആണ്. ജൂം ഇൻ ദ ഗ്രൂവ് നടക്കുന്നത് എല്ലാ ജൂണിലും സെക്കൻഡ് സൺഡേ ആണ്. ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അവിടെ ജാസ് റോക്കേഴ്സിലെ സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് പെർഫോം ചെയ്യാനുള്ള ഒരു വേദി, ലൈവ് തിയേറ്റർ പെർഫോമൻസ്, പ്രൊഫഷണൽ തിയേറ്റർ പെർഫോമൻസ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ അത് സെറ്റ് ആക്കി കൊടുക്കുക. പക്ക പ്രൊഫഷണൽ പ്രൊഡക്ഷൻ ആണ്. സ്റ്റേജ്, തിയേറ്റർ പരിപാടികളെല്ലാം നമ്മളുടെ തന്നെ ഓൺ സ്റ്റുഡൻസ് മാത്രമാണ്. ഓൾമോസ്റ്റ് 10 to 11 hours വരുന്ന ലൈവ്. എന്താണ് ഈ ജൂം ഇൻ ഗ്രൂവ്? ജൂം ഇൻ ദ ഗ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ കുട്ടികളുടെ ഒരു പെർഫോമൻസ് ആണ്. രണ്ടിന്റെയും തീം വ്യത്യാസമുണ്ട്. ജൂം ഇൻ ദ ഗ്രൂവ് കുറെ കൂടി പെപ്പി നമ്പറുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന പെർഫോമൻസ്, രണ്ട് വൈബിൽ ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇൻസ്പിറേഷൻസ് കുറച്ചുകൂടി കുറെ എലഗന്റ് ആയിട്ടുള്ള കുറെ പെർഫോമൻസുകളും അത് കൊറിയോഗ്രഫി സൈഡിലാണ് അതിന്റെ വ്യത്യാസങ്ങൾ വരുന്നത്. ഷോ കാണുന്നവർക്ക് കിട്ടുന്ന ഒരു ഫീലാണ്. ഒറ്റടിക്ക് പറയുകയാണെങ്കിൽ 2 ഡിഫറെന്റ് തീം പിടിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ജാസ് റോക്കേഴ്സിൽ വന്നു ഇത്ര നാളായി, ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ എക്സ്പീരിയൻസ് ഉണ്ടാവും, എന്നാൽ ഇപ്പൊ പെട്ടെന്ന് ഒരുപാടുണ്ടാവും. ഇപ്പൊ ഒരു ഓസ്പീഷ്യസ് മൊമെന്റ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും? ഓസ്പീഷ്യസ് എനിക്കറിയില്ല, ബട്ട് ഇപ്പൊ മാറ്റനാട്ടം പറഞ്ഞ പോലെ റിൻസി ചേച്ചി ഇപ്പൊ ഒരു ബ്ലൈൻഡ് പേഴ്സൺ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഒരു ഓട്ടിസ്റ്റിക് സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ, ബോളിവുഡ് ക്ലാസ്സിൽ നിന്ന്. ആ കുട്ടി സ്റ്റാർട്ടിങ് ഐ തിങ്ക് 2-3 ക്ലാസ് ഷി വാസ് നോട്ട് ഡാൻസിങ് അറ്റ് ഓൾ. ഭയങ്കര ഇടയ്ക്ക് അഗ്രസീവ് ആവും, എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഒരു സീനായിരുന്നു. ബട്ട് ഒരു 1 monthനുള്ളിൽ അടിപൊളി ഡാൻസറായി. ലൈക്ക് ഷി വാസ് റിയലി ഗുഡ്. ആൻഡ് ആ കിട്ടുന്ന ഒരു സന്തോഷമില്ല, അത് വേറൊരു ലെവലാണ്. ആ നമ്മൾ 2 സ്റ്റെപ്പ് കാണിച്ചവർ നല്ലോണം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാണ്. ഫോർ മീ ദാറ്റ്സ് ദ നേരത്തെ ചോദിച്ച ചോദ്യം പോലെ ഒരു ഡാൻസ് ടീച്ചറാണോ പെർഫോമറാണോ, ഏതാണ് ഇഷ്ടം? പണ്ട് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ പെർഫോമർ ഞാൻ പറഞ്ഞുതരാം. ബട്ട് ഇപ്പൊ അതായത് കുറച്ച് മുമ്പ് തള്ളവൈബായി എന്നാണ്. മീൻസ് നമ്മള് അതല്ല അല്ല, പിള്ളേരെ പഠിപ്പിച്ച് അവര് നല്ലോണം കളിക്കുമ്പോ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ ലെവലാണ്. അതുകൊണ്ട് ടീച്ചർ സെയിം ലെവലിൽ അല്ലെങ്കിൽ പോലും അതിന്റെ ഒരു പരിധിവരെയൊക്കെ കുട്ടികൾ മനസ്സിലാക്കി ചെയ്യുന്നുണ്ട്, എഫേർട്ട് ഇടുന്നുണ്ട്. അല്ല, വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോ സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോകുന്ന അവർക്ക് ടെൻഷൻ, ഞാൻ ഉറങ്ങി, എനിക്ക് പനി. ഇവിടെ എങ്ങനെയാ കുട്ടികൾ ആക്റ്റീവായിട്ട് വരുന്നുണ്ടോ? അതായത് നമുക്ക് ആ ഇൻട്രസ്റ്റ് ഒന്ന് സ്പാർക്ക് ചെയ്ത് കിട്ടിയാ പിന്നെ അവർക്ക് കളിക്കണം, അവർക്ക് സ്റ്റേജിൽ കയറണം, ഇപ്പൊ ലിപ്സ്റ്റിക് ഇടണം, അങ്ങനത്തെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ ലിപ്സ്റ്റിക് ഇടാൻ പ്രത്യേകിച്ച് കാരണമൊന്നും കേട്ടോ. ഒരു ഫോൺ ഉണ്ടെങ്കിൽ ലിപ്സ്റ്റിക്. പിള്ളേര് ഇപ്പൊ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയി ഇപ്പൊ തന്നെ, ചെറിയ ആൺകുട്ടികളായാലും പെൺകുട്ടികളും ട്രെൻഡി ആയിട്ട്. അത് മാത്രല്ല, ആസ് ടീച്ചേഴ്സ് വി ആർ ഓൾസോ ലേണിംഗ് ഫ്രം ദം. ഇപ്പൊ ഓരോ ദിവസം ടിക്ടോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരും നമ്മളെ ഒന്ന് അല്ലെങ്കിൽ മ്യൂസിക് സോങ് സെറ്റ് ആയ ഒരു സമയത്ത് നല്ല രീതിക്ക് ഇത് ഇതായാലും. നിങ്ങളുടെ 2 പേരോടും കൂടി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും സ്ക്രീൻ നോക്കിയിരിക്കുന്ന പിള്ളേരാണ്. ഇവരുടെ അല്ലെങ്കിൽ കുറെ പേര് ഇൻട്രോവേർട്ട് ആയിരിക്കും, എന്താ അധികം സംസാരിക്കാത്ത, അപ്പോഴും പിള്ളേരൊക്കെ. ഇവരുടെയൊക്കെ ക്യാരക്ടർ ഒരു എന്താ പറയാ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിന് ഡാൻസ് ഹെൽപ്പ് ചെയ്യും? ഡാൻസ് ഒന്നല്ല, ഒരു 100%. അതായത് ഞാൻ പറയട്ടെ, കോവിഡിന്റെ ടൈമില് ജനിച്ച കുട്ടികൾ, അതായത് ഫോർ 2-3 ലോക്ക്ഡൌൺ കിഡ്സ്, they are very shy. അതായത് ഭയങ്കര ആന്റി സോഷ്യൽ ബിഹേവിയർ. അപ്പൊ വേറെ കുട്ടികളോട് സംസാരിക്കാനോ മാസ്ക് ഊരാൻ പോലും മടി, അങ്ങനത്തെ ഒരു വൈബായിരുന്നു. അവർ ഈ ക്ലാസ്സിന് വന്ന് ഒരു 1 or 2 months ഏറ്റവും നോട്ടിയസ് കിഡ്സ് ആയിരിക്കും. അത്രയും ആക്റ്റീവ്, അത്രയും വേറെ ക്യാരക്ടർ തന്നെ ആവും. അത് ഡാൻസ് മാത്രമല്ല, ആ ഒരു ക്ലാസ്സിൽ വരുന്നതിന്റെ ഒരു ഗുണവും. പിന്നെ ഓഫ് കോഴ്സ് ഡാൻസ് കളിക്കുമ്പോൾ ദേ വിൽ ബി മോർ കോൺഫിഡന്റ്. അപ്പൊ ഞാൻ എപ്പോഴും പറയും മാസ്ക് ഊരിയിട്ട് കളിക്കണം. മീൻസ് അവര് വെറുതെ ലൈക് കോവിഡ് ഒക്കെ കഴിഞ്ഞ് ഒരു പ്രശ്നമില്ലാതെ നിൽക്കുമ്പോൾ മാസ്ക് ഇട്ടോണ്ട് വരും. അപ്പൊ ഞാൻ ഊരിയിട്ട് അവരുടെ ആ പിന്നെ വെൻ ദേ എൻജോയ് ഡാൻസിങ് you can really see our difference, our happiness അതിലുണ്ട്. Okay, ഒരുപാട് മാറ്റം ഡാൻസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ജാസ് റോക്കേഴ്സിനെ സംബന്ധിച്ച്
ഇപ്പൊ ഓസ്ട്രേലിയയിൽ തുടങ്ങി, ഇവിടെയും നന്നായി പോകുന്നുണ്ട്. എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാനുകൾ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചല്ലോ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നു, അടച്ചുപൂട്ടി പോകുന്നു, എന്താണ് ചെയ്യുക? അതിനുള്ള സൊല്യൂഷനാണ് ഫ്യൂച്ചർ പ്ലാൻ. ഓക്കെ, അത് ഏതൊരു ഓൺടർപ്രണറുടെയും ഒരു അൾട്ടിമേറ്റ് എയിം എന്താണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ലൈഫ് ഈസി ആക്കുന്ന ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് എൻറ്റയർലി നമുക്കതൊരു അൾട്ടിമേറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ജാസ് റോക്കേഴ്സ് കൊടുക്കുന്ന ഒരു ബിസിനസ് മോഡൽ, ഒരു ഡാൻസർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താൻ താല്പര്യമുള്ള ഒരാൾക്ക് ദുബായ് പോലൊരു സിറ്റിയിൽ, ദുബായ് ഇറ്റ്സ് ആൻ എക്സ്പെൻസീവ് സിറ്റി. നമ്മൾ ഒരുപാട് റീൽസ് കാണും, 5000 ദിർഹംസിന് ലൈസൻസ് എടുക്കാം. അതൊന്നല്ല ദുബായ്. ഓക്കെ, വെറുതെ റീച്ച് കൂട്ടാൻ വേണ്ടി പറയുന്ന സംഭവങ്ങളാണ്. ദുബായ് ഇറ്റ്സ് റിയലി എക്സ്പെൻസീവ്, യു ഹാവ് ടു ബി ഫോക്കസ്ഡ്, എന്നാൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് അല്ല, ഡാൻസ് എന്ന് പറയുന്നത് പലർക്കും ലക്ഷറിയാണ്. ഡാൻസ് കോഴ്സ് പഠിക്കാൻ പോകുന്ന ആവശ്യമില്ലാത്തൊരു കാര്യമാണല്ലോ ബേസിക്കലി. അല്ല, അങ്ങനെയല്ല പറയുന്നത്. അതായത് അതെന്താ വെച്ചാൽ അത് പേരൻസിന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. വെറുതെ ഒരു 350 ദിർഹംസ് കൊടുക്കണോ എന്നാണ്. ഈ വെറുതെ എന്ന് പറയുന്ന വാക്ക് അത് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന കുട്ടിക്ക് എന്നുള്ളത് പാരന്റ്സ് ചിന്തിക്കുന്നില്ല. ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞത് അങ്ങനെയല്ല. അതായത് നമ്മുടെ ശരിക്കുള്ള ലൈഫില് ഒരു ഈ പറഞ്ഞ ഒരു ഡാൻസ് എന്ന് പറയുന്നത് പലരും ഒരു ലക്ഷറി ആയിട്ടാണ് കാണുന്നത്. അതാണ് പറഞ്ഞത്. കാരണം പണ്ടത്തെ കാലത്ത് അക്കാഡമിക്സിൽ ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് എന്ന് പറയുന്നതായിരുന്നു ഒരു ടാഗ് ലൈൻ അല്ലേ. ഇപ്പം ഇൻബിൽഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ട്രെയ്റ്റ് മനസ്സിലാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് കൊണ്ടുവരുന്നത്. ചില കുട്ടികൾ നോർമലി സ്കേറ്റ് ബോർഡ്സിലായിരിക്കും ഇൻട്രസ്റ്റ്, ചില കുട്ടികൾക്ക് ഡാൻസ്, മ്യൂസിക്, അങ്ങനെ പലതരത്തിൽ. ഇപ്പം എനിക്ക് പറയാനാവുന്നില്ല, പലതരത്തിലുള്ള ആർട്ട് ഫോംസ് ഉണ്ട്. ചിലപ്പോൾ ഡ്രോയിങ് ആയിരിക്കാം. അതൊക്കെ ഒരു മെയിൻ പ്രൊഫഷനായിട്ട് കുട്ടികൾ ചൂസ് ചെയ്യാനായിട്ട് വില്ലിങ് ആവുന്നു. അതുപോലെ തന്നെ പേരൻസും വില്ലിങ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു മാറ്റം, ആ ഒരു ചേഞ്ച് അതിനെങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞില്ല, അപ്പം എൻ്റെ വൈഫ് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നൊരു പേടി, വൈഫിൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നൊരു പേടി. എൻ്റെ വീട്ടുകാർക്ക് പേടിയില്ല, വൈഫിൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ പാരൻസ് അങ്ങനെയല്ല. ഇന്നത്തെ പാരൻസ് കുറെ കൂടി സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. നിങ്ങൾ ഡാൻസ് കളിക്കണം, ഒരു ഡാൻസ് കളിക്കുക, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യട്ടെ, കുഴപ്പമില്ല എന്നുള്ള ട്രെൻഡ് ഭയങ്കരമായിട്ട് മാറി ചൂസ് ചെയ്യാം എന്ന രീതിയിൽ ഒരു കോൺഫിഡൻസ് ജാസ് റോക്കേഴ്സ് ശരിക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഡാൻസ് പഠിപ്പിക്കാനേ അറിയുള്ളൂ. ഇപ്പൊ ലച്ചുവിനോട് പറഞ്ഞാൽ ലച്ചുവിന് ഡാൻസ് പഠിപ്പിക്കാൻ അറിയാം, പക്ഷെ ലച്ചുവിനോട് ഒരു ജാസ് റോക്കേഴ്സ് റൺ ചെയ്യാൻ പറഞ്ഞാൽ ഒരു പക്ഷെ പറ്റില്ല. അപ്പൊ ലച്ചുവിനെ പോലെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അംബീഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ നടത്താം, അതിന്റെ എൻറ്റയർ ബിസിനസ് മോഡൽ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിന്റെ ഫ്രാഞ്ചൈസ് മോഡൽ കൊടുക്കുകയാണ്. ജാസ് റോക്കേഴ്സിന്റെ ഫ്രാഞ്ചൈസി നമ്മൾ അതിപ്പോ നമ്മൾ അതിലേക്കാണ് കിടക്കുന്നത്. വെരി സൂൺ നമ്മൾ അതിലേക്ക് ഒരു നെക്സ്റ്റ് 2 to 3 monthsനുള്ളിൽ നമ്മൾ കൂടുതൽ ഫ്രാഞ്ചൈസികൾ ഇവിടെ തുടങ്ങുന്നു, മിഡിൽ ഈസ്റ്റിൽ തുടങ്ങുന്നു, ഓസ്ട്രേലിയയിലും തുടങ്ങുന്നു. ഇതാണ് നമ്മുടെ എന്തുകൊണ്ട് നാട്ടിൽ തുടങ്ങുന്നില്ല? എനിക്കെല്ലാം കൂടി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ അങ്ങനെ പാർട്ട്നേഴ്സ് ഇല്ല. ഒരു ഫാമിലി ബിസിനസ് പോലെ ഞാനും വൈഫും കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 14 hours ജേണി, പിന്നെ ഒരു 7.5 hours ഡിഫറൻസ് ഉണ്ട്, ടൈം ഡിഫറൻസ് ഉണ്ട്, മാനേജ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമാണ്. നാട്ടിൽ അങ്ങനെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുന്ന നല്ല ആളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്നതിൽ വിരോധമില്ല. ഫാമിലിയെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾക്ക് 2 മക്കള്. ഫാമിലിയെ കുറിച്ചിട്ടാണല്ലോ എന്ന് പറയുന്ന ഫാമിലി മാത്രമേ കേട്ടുള്ളൂ. അതിന് ശേഷമുള്ള ജനറേഷൻസ് 2 മക്കളാണ്. മൂത്ത ആള് എയ്ഡൻ 12th താഴെ ആള് Year 1 മെറോൺ. കുട്ടികളെല്ലാം ഇവിടെയാണോ? അല്ല, 2 പേരും ഓസ്ട്രേലിയയിൽ തന്നെയാണ്. അവരവിടെ ചെയ്യുന്ന കൂട്ടത്തിലാണോ? അല്ല, അങ്ങനെ ഇതുവരെ ഇല്ല. നമുക്കറിയില്ല. ഇപ്പോൾ ഒരാൾ Year 1 അല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഏത് രീതിയിലാണ് വരണേന്ന് നമുക്കറിയില്ല. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു പ്രൊജക്ട് അല്ലാണ്ട് പിന്നെ ജാസ് റോക്കേഴ്സിന് വരുന്ന പ്രൊജക്ടുകൾ എന്തൊക്കെയാണ്? നമ്മൾ നവംബറിൽ ഒരു കൊറിയൻ പ്രൊജക്ട് ഞാൻ ലച്ചുവിനോട് അത് പറഞ്ഞിട്ടില്ല. അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടില്ല. അതുകൊണ്ടാണ്. കാരണം നമുക്ക് അതിന്റെ മാർക്കറ്റിംഗ് ടീമൊക്കെ ഇരുന്നിട്ടാണ് എന്റെ ഒഫീഷ്യൽ ആയിട്ടൊരു പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്നത്. അല്ല, വികാസിനോട് ഞാൻ ഒരു കാഷ്വൽ ടോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്വിറ്ററിലോട് ഞാൻ പറയുന്നത്. സൗത്ത് കൊറിയയിൽ ഒരു ഈവെന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ UAE റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മളൊരു 12 ഇവിടുത്തെ ഡാൻസേഴ്സിനെ നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് BTSലെ സെലിബ്രിറ്റീസ് ആണ് അവിടെ ജഡ്ജസ് ആയിട്ട് വരുന്നത്. അൺബിലീവബിൾ ആയിട്ട് ഇവിടെ ഉള്ള ഇവിടെ നിന്നല്ല, ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും BTS നല്ല പോപ്പുലർ ആയി.
അപ്പോൾ BTS ഫാൻസിന് ഒക്കെ എന്താ പറയാ ഗ്യാദർ ചെയ്യാനുള്ള ഒരു വലിയ ഇവന്റ് ആണത്. അപ്പോൾ BTS ഫാൻസിന് അതെ, അപ്പൊ അതിന്റെ ഒരു പ്രൊജക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് മാർച്ച് ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് അതിന്റെ ട്രെയിനിങ്ങും ഓഡീഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അതാണ് അടുത്ത് വരുന്ന പ്രൊജക്ട്. കൊറിയയിൽ പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അവസരം ഒരുക്കുകയാണ് ജാസ്. അതെ അതെ, അങ്ങനെ ഒരുപാട് പുതിയ പ്രൊജക്ടുകൾ ആയിട്ട് നമ്മൾ ഇവിടത്തെ തന്നെ ഉണ്ടാവും, ദുബായിലൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇനിയും ഒരുപാട് ഈവൻസും ഒരുപാട് ബ്രാഞ്ചസും ജാസ് റോക്കേഴ്സ് തുടങ്ങട്ടെ. അതുപോലെ ലച്ചു ഇനിയും പെർഫോമൻസ് അടിപൊളി വൈബിലെത്തട്ടെ. ഇപ്പൊ തന്നെ വൈബാണ്. കൺഗ്രാറ്റുലേഷൻസ് 15 ഇയേഴ്സിന്റെ സക്സസിനും കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എന്തായാലും ഇങ്ങനെ വെന്യൂ തന്നതിനും നമുക്ക് എന്താ പറയാ UBLന്റെ ഓഡിയൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയതിനും ഒരുപാട് നന്ദി. Hope you enjoyed the show. Signing off, Vikas Karthik and Sneha Abraham. Thank you.